ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്ന് LGS മോക്ക് ടെസ്റ്റ് സീരീസ് നമ്പർ 2 ആണ്. ഫിസിക്സ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതായത് 2024-23 വർഷങ്ങളിൽ LGS ലെവലിൽ ചോദിച്ചിരിക്കുന്ന ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള സോഴ്സ് ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനയും എടുത്ത് വേണം ചെയ്യാനായിട്ട്. ജസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അത് എഴുതി നോക്കുക. തെറ്റായതെല്ലാം എഴുതി വെച്ച് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ: താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഇത് ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ഫാരൻഹീറ്റ്. താപത്തിന്റെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാം. ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് തെറ്റാവണ്ടേ? ഇനി താപനിലയുടെ SI യൂണിറ്റ് ആണ് സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ആണോ? അല്ല. താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കെൽവിൻ ആണ്. സോ ഇവിടെ 1ഉം 4ഉം ആണ് ഇവിടെ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉം ഓപ്ഷൻ A ആണ്. 1 and 4 ആണ് ഇവിടെ ശരിയായ പ്രസ്താവന വരുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 91/2024 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ 8ാം ക്ലാസ്സിലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീളത്തിന്റെ ഇതെന്താണ്? 7 അടിസ്ഥാന അളവുകളാണ് നമ്മൾ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റളവുകൾ പറയുന്നത്. അപ്പൊ നീളം എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആണ്, സമയം സെക്കൻഡ് ആണ്, വൈദ്യുതപ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ് ആംപിയർ, അതേപോലെ താപനില കെൽവിൻ ആണ്, പദാർത്ഥത്തിന്റെ അളവ് മോൾ ആണ്, പ്രകാശ തീവ്രത ക്യാൻഡല. പ്രകാശ തീവ്രത ക്യാൻഡല ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അതിന്റെ പ്രതീകം എങ്ങനെയാണ്? CD. ഇതിങ്ങനെ തന്നാൽ തെറ്റാണ്. ഇതിന് ഓരോന്നിനും പ്രതീകത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. നമുക്ക് തോന്നിയ പോലെ എഴുതാനായിട്ട് പറ്റില്ല. കണ്ടോ, M എന്ന് പറയുന്നത് നീളം, മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ M എഴുതാൻ പാടില്ല, അത് സ്മോൾ M തന്നെ ആയിരിക്കണം. അതേപോലെ കെൽവിൻ, ഈ Kക്ക് വരെ നമ്മൾ സ്മോൾ K എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. ഈ M മോൾ എന്ന് പറയുന്നത് ഈ MOL എന്ന് ഇങ്ങനെ എഴുതിയാലും തെറ്റാണ്. ഇതിന് ഓരോന്നിനും ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്ററിനൊക്കെ ഓരോ അർത്ഥങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റ് ആയിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അതേപോലെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. താപം നമുക്ക് പറഞ്ഞു ജൂൾ ആണെന്ന് പറഞ്ഞു. അതേപോലെ ഊർജം, അതേപോലെ പ്രവൃത്തി, ഊർജം, പ്രവൃത്തി, താപം, ഇത് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത്? ജൂള് വരുന്നത് ഇത് മൂന്നിനുമാണ്. താപം, പ്രവൃത്തി, അതേപോലെ തന്നെ ഊർജം, ജൂളാണ്. ഇനി അടുത്തതാണ് വ്യാപകമർദ്ദം. വ്യാപകമർദ്ദം എന്താണ്? വ്യാപകമർദ്ദം എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. വ്യാപകമർദ്ദം അത് ന്യൂട്ടൺ ആണ്. ഇനി അതേപോലെ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ്? അതിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെ പവർ ആണ്. അടുത്തത് കാന്തിക ഫ്ലക്സ് ഉണ്ട്. കാന്തിക ഫ്ലക്സ് ഡയോപ്റ്റർ D ആണ് സൂചിപ്പിക്കുന്നത്. കാന്തിക ഫ്ലക്സ് ഉണ്ട്. കാന്തിക ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെബർ. അതിന്റെ യൂണിറ്റ് ആണ് വെബർ. വെബർ എങ്ങനെയാണ്? WB. ഇങ്ങനെയാണ് പ്രതീകം വരുന്നത്. ഇനി വൈദ്യുത ചാർജ് ആണെങ്കിലോ? വൈദ്യുത ചാർജ് ആണെങ്കിൽ അത് കൂളോം ആണ്. കൂളോം. ഓക്കെ, ഇനി അടുത്തതാണ് വൈദ്യുത പ്രതിരോധം, റെസിസ്റ്റൻസ്, വൈദ്യുത പ്രതിരോധം എന്ന് പറഞ്ഞാൽ അത് ഓം ആണ്. ഓം എങ്ങനെയാണ്? ഇതാണ് അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. ശരിയാണ്. പ്രവൃത്തി ജൂളാണ്, ഊർജം ജൂളാണ്, താപം ജൂളാണ് നമ്മൾ പറഞ്ഞു. ബലം എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ അല്ല. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ഇതിൽ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? ദീർഘദൃഷ്ടിയും അതേപോലെ തന്നെ വെള്ളെഴുത്തുമാണ് എന്ത് വരുന്നത്? ഓപ്ഷൻ C ആണ്. ഏത് ലെൻസ് ഉപയോഗിച്ച്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സോഴ്സ് കാണിച്ചു തരാം. എവിടെന്നാ ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ദീർഘദൃഷ്ടി കണ്ടോ? ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദീർഘദൃഷ്ടിയുള്ള ഒരാളുടെ കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്നതിന് ചിത്രമാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് എന്താണ്? പ്രതിബിംബം ഇവിടെ രൂപപ്പെടുന്നതിന് പകരം എന്ത് ചെയ്യുന്നുണ്ട്? അത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. കണ്ണിന്റെ ഈ വൈകല്യമാണ് എന്ത് പറയുന്നത്? ദീർഘദൃഷ്ടി എന്നറിയപ്പെടുന്നത്.
അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. അപ്പൊ എന്താണ് ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ളത്? കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ നിയർ പോയിന്റ്, ഒരു വ്യക്തിയുടെ കണ്ണിന് നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്ററിൽ കൂടുതലായിരിക്കും. അതായത് നമുക്കൊരു പുസ്തകം എന്തെങ്കിലും എടുത്ത് നമ്മൾ 20 സെന്റിമീറ്റർ ഉള്ളിലോട്ട് പിടിച്ച് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്താണ് ദീർഘദൃഷ്ടി? ദീർഘം, ദൂരെയുള്ളതിനെയൊക്കെ നമുക്ക് എന്താ സെറ്റ് ആയിട്ട് കാണാൻ പറ്റും. അടുത്തുള്ളതിനെ എന്താണ് കാണാൻ പറ്റാത്ത അസുഖത്തെയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള ലെൻസ് ആണ് എന്താ? കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഹ്രസ്വദൃഷ്ടി. നോക്കിക്കേ, ചില ആളുകളിൽ നേത്രഗോളങ്ങൾക്ക് വലിപ്പം കൂടുതലാകുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് കണ്ണിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും? ഇവിടെയല്ല, ശരിക്കും ഇവിടെയാണ് പതിക്കേണ്ടത്, അത് ഇങ്ങനെ പതിക്കും. അപ്പോഴും എന്താണ്? അവിടെ നമുക്ക് കാഴ്ച വ്യക്തമായിട്ട് വരില്ല. അതിനെയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. നോക്കിക്കേ, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ പറ്റും, അടുത്തുള്ള വസ്തുക്കളെ കാണാവുന്നതാണ് ഹ്രസ്വദൃഷ്ടി. അകലെയുള്ളവയെ കാണാൻ പറ്റില്ല എന്ന് പറയും. അതായത് അവർക്ക് ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അനന്തതയിലായിരിക്കും. ഓക്കെ, അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ്. അപ്പൊ ഹ്രസ്വദൃഷ്ടിക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? കോൺകേവ് ലെൻസ് ആണ്. ദീർഘദൃഷ്ടിക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. നെക്സ്റ്റ് ആണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകം എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. അതായത് പ്രായം കൂടിയവർക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെന്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കും. ഇത് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നു. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത്. അപ്പൊ സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതുമായി ബന്ധപ്പെട്ട അസുഖം ഏതെന്ന് ചോദിക്കാം. ഏതാണ്? വെള്ളെഴുത്താണ്. അപ്പൊ നോക്കിക്കേ, അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. അപ്പൊ ഇതെന്താണ്? വെള്ളെഴുത്തിനും എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതല്ലേ ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? വെള്ളെഴുത്തും അതേപോലെ ദീർഘദൃഷ്ടിക്കുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടിക്ക് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കോൺകേവ് ലെൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിബിംബങ്ങളുടെ എണ്ണം n എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. ഇതാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ തീറ്റ എന്ന് പറയുന്നത് എത്രയാണോ ആംഗിൾ, അതായത് ഏകദേശം 2 ദർപ്പണങ്ങൾ ഇങ്ങനെ 60 ഡിഗ്രി കോണളവിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രതിബിംബം രൂപപ്പെടും? നേരെ വെച്ച് കഴിഞ്ഞാലോ 90 ഡിഗ്രി ആണ്. ഇങ്ങനെ 2 മിറേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രതിബിംബം ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 360 ബൈ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മൈനസ് 1 എന്ന് വരും. 360 ബൈ 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 0 വെട്ടിപ്പോകും. 36 6 36 ആണ്, 6 വരും. 6ൽ നിന്ന് 1 കുറച്ചാൽ നമുക്കറിയാം ആൻസർ 5 ആണ്. അപ്പോൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന ഓപ്ഷൻ സി 5 ആണ്. നോക്കിക്കേ, ഇതേ കിടക്കുന്നു. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ്. പ്രതിബിംബങ്ങളുടെ എണ്ണം n = 360 ബൈ തീറ്റ മൈനസ് 1. ഇതാണ് ഇക്വേഷൻ. ഉണ്ടോ? n 45 ആണെങ്കിൽ 60 ആണെങ്കിൽ 90 ആണെങ്കിൽ എത്ര വരും? 360 ഡിവൈഡ് ബൈ 90 മൈനസ് 1 എന്ന് വരും. അപ്പൊ എങ്ങനെ വരും? 4 മൈനസ് 1 വരും. ആൻസർ വരുന്നത് 3. ഇങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും കണ്ടുപിടിച്ച് വെക്കണം. 180 ആണെങ്കിലോ 360 ഡിവൈഡ് ബൈ 180 മൈനസ് 1. ഇവിടെ എന്താ? 0 0 കട്ടായപ്പോൾ ഇവിടുത്തെ കട്ടായപ്പോൾ 2 വരും. 2ൽ നിന്ന് 1 കുറച്ചാൽ 1 ആണ്. കണ്ടോ? ഇങ്ങനെ ഓരോന്നും പരീക്ഷയ്ക്ക് ഇവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പഠിക്കേണ്ടത്? n = 360 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് 1 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത്. ദോലന ചലനത്തിൽ പെടാത്തവ: ആട്ടുകട്ടിലിന്റെ ചലനം, ഫാനിന്റെ ദളങ്ങളുടെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം. എന്താണ് ദോലന ചലനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ദോലനം എന്ന് പറഞ്ഞാൽ മുൻപോട്ടും പിൻപോട്ടും പോകുന്നതിനാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെ വരാം? ആട്ടുകട്ടില് ദോലനമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെടാത്തവയാണ്. അപ്പൊ ഇത് പെടുന്നതാണ്. ഫാനിലെ ദളങ്ങളുടെ ചലനം, ഫാനിലെ ദളങ്ങൾ മുമ്പോട്ടും പുറകോട്ടുള്ള, അത് വട്ടത്തിലല്ലേ കറങ്ങുന്നത്. അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, ക്ലോക്കിന്റെ പെൻഡുലം എങ്ങനെയാണ് കറങ്ങുന്നത്? ഇങ്ങനെയല്ലേ. അപ്പൊ അതെന്താണ്? ദോലനമാണ്. അപ്പൊ ഇത് ദോലനത്തിന് ഉദാഹരണമാണ്. ഇനി സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം, അതെന്താണ്? റൗണ്ടിലല്ലേ കറങ്ങുന്നത്. അപ്പൊ ഇതും ദോലനത്തിന് ഉദാഹരണമല്ല. സോ ആൻസർ വരുന്നത് 2 and 4. ഓപ്ഷൻ ഡി 2 and 4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരെന്നാ ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? യൂറി ഗഗാറിൻ, സുനിത വില്യംസ്, കൽപ്പന ചൗള, യൂജിൻ സെർനാൻ. ആരാണ്? അത് യൂജിൻ സെർനാൻ ആണ്. ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയത്. അദ്ദേഹത്തിന്റെ നാസയുടെ അപ്പോളോ 17 എന്ന് പറയുന്ന ദൗത്യത്തിലാണ് അവസാനമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യോർജ്ജം പ്രകാശോർജ്ജമാകുന്നു, വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, പ്രകാശോർജ്ജം വൈദ്യോർജ്ജമാകുന്നു, യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാകുന്നു. എപ്പോഴും നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്നത് എന്താ? കറണ്ട് പോകുമ്പോഴാണ് അല്ലെ. അപ്പൊ എന്താണ്? യാന്ത്രികോർജ്ജത്തെ അത് എന്താക്കി മാറ്റുന്നുണ്ട്? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കിടക്കുന്നു ഇത് നമ്മുടെ 9th പ്രവൃത്തി ഊർജം അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ സെക്കൻഡ് പാർട്ട് 2 ആദ്യത്തെ ചാപ്റ്റർ എന്തോ ആണത്. നോക്കിക്കേ, വൈദ്യുത ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഫാൻ എന്താ ചെയ്യുന്നത്? വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഇസ്തിരിപ്പെട്ടി എന്താ ചെയ്യുന്നത്? വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. വൈദ്യുത ബൾബ് ആണെങ്കിൽ വൈദ്യോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ഇനി വസ്തുവിന്റെ വലിപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും, അതേപോലെ തന്നെ വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവന? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. നമുക്കറിയാം, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ദൂരേക്ക് പോകുന്നു അതനുസരിച്ച് പ്രതിബിംബം ദൂരെയായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ഇതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഒന്നില്ലാത്ത ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. നോക്കിക്കേ, വസ്തു എത്രത്തോളം വലുതാണോ അത് തന്നെയായിരിക്കില്ലേ നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിലൊരു പെൻസിൽ ഉണ്ടെങ്കിൽ ആ പെൻസിലിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് ഉണ്ടാകുന്നത്. അപ്പൊ ഇതും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇനി വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബമല്ല, വസ്തുവിന്റെ മിഥ്യാപ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. സോ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കിടക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ 10th ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിന് തുല്യമായി ദർപ്പണത്തിന് പിന്നിലായി പ്രതിബിംബം രൂപപ്പെടുന്നു. പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുമായിരിക്കും. കണ്ടോ, ഇതാണ് സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ കോൺവെക്സ്, കോൺകേവ്, അതേപോലെ തന്നെ കോൺകേവ് ദർപ്പണം, ഇതൊക്കെ എന്താ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാര്യം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്. ആദിത്യ L1 നമുക്ക് ഈ വരുന്ന പരീക്ഷകൾ എല്ലാത്തിലും ആദിത്യ L1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആദിത്യ L1 കംപ്ലീറ്റ് ചോദിക്കാവുന്ന എല്ലാ ഫാക്ട്സും ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കാം. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെല്ലാം ആശ്രയിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനേക്ക് ആയിരിക്കാം? ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? 12mv². അപ്പൊ എന്തിനേക്ക് ആയിരിക്കണം? മാസിനെയും അതേപോലെ തന്നെ വെലോസിറ്റിയും. വേറെ ഒന്നും ഈ കൈനറ്റിക് എനർജി ഇക്വേഷനിൽ നമുക്ക് എന്താണ്? ഇപ്പൊ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നെങ്കിൽ നമുക്ക് mgh വന്നേനെ. അപ്പൊ എന്ത് വരും? ഉയരത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്? മാസുമുണ്ട് പ്രവേഗവും ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ എന്താണ്? മാസും അതേപോലെ തന്നെ പ്രവേഗവും. സോ 2ഉം 3ഉം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ഉണ്ട്. ഇപ്പൊ ചോദിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെങ്കിൽ സ്ഥിതികോർജ്ജമാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ mgh വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെ വരും? മാസ് വരും, അതേപോലെ ഉയരം വരും, അതേപോലെ ഗുരുത്വാകർഷണ ബലം വരും. ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, കിടക്കുന്നു. നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് k = 12mv². അപ്പൊ എന്തൊക്കെയാണ്? എമ്മിനെയും ബിനെയും ആണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഗതികോർജ്ജം അഥവാ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസിനെയും അതേപോലെ തന്നെ വെലോസിറ്റി അഥവാ പ്രവേഗത്തെയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്.
ഇവിടെ നോക്കിക്കേ, ശരിയല്ലാത്ത പ്രസ്താവനയാണ് വേണ്ടത്. ശരിയല്ലാത്തവ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശരിയാണ്. അതുകൊണ്ടാണ് സ്പേസിലൊക്കെ പോകുന്നവർക്ക് എന്താ സംസാരിക്കാനായിട്ട് തൊട്ടടുത്ത് നിന്ന് സംസാരിച്ചാലും അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് സംസാരിക്കാനുള്ള ഒരു റേഡിയോ പോലത്തെ ഒരു ഉപകരണമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ 20 ഹെർട്സ് മുതൽ, ഒന്നുകിൽ ഇങ്ങനെ തരാം, 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് എന്ന് തരാം, അല്ലെങ്കിൽ 20,000 തരാം. അപ്പൊ ഏതാണ്? 20,000 ഹെർട്സ് വരെയുള്ള ആവൃത്തിയിലുള്ള ശബ്ദമാണ് കേൾക്കാൻ കഴിയുന്നത്. ഇതും ശരിയാണ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന വായുവിലാണ്. തെറ്റാണ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഖരപദാർത്ഥങ്ങളിലായിരിക്കും. സോ ഓപ്ഷൻ ഏതാണ്? സി, 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. കിടക്കുന്നു, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് SCERT-യിൽ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. അതേപോലെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ കണ്ട 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. നോക്കിക്കേ, ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. കണ്ടോ, ഇത്രയും അല്ലേ അവരാ തന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിക്കേ, ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൽ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏത്? ബ്യൂട്ടൈൻ, ദ്രാവക അമോണിയ, സൾഫർ ഡയോക്സൈഡ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ആൻസർ പറയുന്നത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഒരു ക്ലാസ് കംപ്ലീറ്റ് ഫാക്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മളൊരു വൈദ്യുതിയാണ് കൊടുക്കുന്നത്. ആ വൈദ്യോർജ്ജം എന്തായിട്ടാണ് മാറുന്നത്? ശരിക്കും അത് യാന്ത്രികോർജ്ജം. ആൻസർ വരുന്നത് ഇവിടെ യാന്ത്രികോർജ്ജം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. കാര്യം അവിടെ ശബ്ദോർജ്ജവും കൂടി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് എന്താ? ശബ്ദമില്ലാത്ത മിക്സികളൊക്കെ ഇപ്പോൾ വരുന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ശരിക്കും ശബ്ദം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പർപ്പസ് അല്ല. ശബ്ദം ഇപ്പൊ മിക്സിയൊക്കെ കേടാകുമ്പോഴൊക്കെയാണ് അത്ര ശബ്ദം വരുന്നത്. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇതാണ് PSC ആൻസർ ആയിട്ട് തന്നിരുന്നത്. PSCയുടെ പ്രൊവിഷനിൽ തന്നിരിക്കുന്നത് ഇതായിരുന്നു, സി ആയിരുന്നു. പക്ഷെ അത് ചലഞ്ച് ചെയ്ത് ആൻസർ ക്യാൻസൽ ചെയ്യിപ്പിച്ച് ഓപ്ഷൻ എയിലോട്ട് മാറ്റിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, സിലിണ്ടറിക്കൽ ലെൻസ്, ഡബിൾ കോൺകേവ് ലെൻസ്. അത് കോൺവെക്സ് ലെൻസ് ആണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ക്ലോക്കിന്റെ പെൻഡുലം. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോക്കിന്റെ പെൻഡുലം ഇങ്ങനെയാണ് കറങ്ങുന്നത്. അതേപോലെ ഊഞ്ഞാലിന്റെ ചലനം, അതും എന്താണ്? ഊഞ്ഞാല് മുന്നോട്ടും പുറകോട്ടുമാണ്. വീണ മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഇങ്ങനെ ഇരിക്കുന്ന എന്താണ്, നമ്മളിങ്ങനെ അനക്കുമ്പോൾ ഇത് ഫ്രണ്ടിലോട്ടും ബാക്കോട്ടും ആണ്. ജയിന്റ് വീലിന്റെ ചലനം, അതെന്താണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. സോ ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ ഡി, ജയിന്റ് വീലിന്റെ ചലനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് അപവർത്തനം, പ്രകീർണനം, പ്രതിപതനം, വിസരണം. ഏതാണ് ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, പ്രകീർണനമാണ്. നോക്കിക്കേ, ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? പ്രകീർണനം. കണ്ട, പ്രകീർണന ഫലം ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ എന്ത് പറയും? വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയും. അപ്പൊ സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണെന്ത്? പ്രകീർണനം. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? അതായത് എന്താണ്? ഇങ്ങനെ ഇരിക്കുവാണ് ഒരു സാധനം, അല്ലെ? ഇവിടെ ഒരു ചെടിച്ചട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. ഇതിന് മുകളിലിരിക്കുമ്പോൾ അതിന് എന്ത് കൂടുതലാണ്? സ്ഥിതികോർജ്ജം. ഉയരത്തിലേക്ക് പോകുന്നതോറും സ്ഥിതികോർജ്ജം കൂടുതലാണ്. ആ താഴേക്ക് വരുന്നതോറും സ്ഥിതികോർജ്ജം എന്ത് സംഭവിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്താണ്? മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഒരു വസ്തുവിന്റെ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ് എന്താ? ഗതികോർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെടിച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ അതിന്റെ ഗതികോർജ്ജം, അതിന് ചലനം സംഭവിച്ചു. അപ്പൊ അതിന്റെ ഗതികോർജ്ജം കൂടുകയും താഴേക്ക് പോരുന്തോറും എന്താണ്? സ്ഥിതികോർജ്ജം കുറയുകയുമാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി, ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. കിടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതും നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന, 10-ലല്ല 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ആണ് അവരെ തന്നിരിക്കുന്നത്. കണ്ട, പൂച്ചട്ടി സൺഷെയ്ഡിനുള്ളിലായിരിക്കുമ്പോൾ ഏത് ഊർജ്ജമാണ്? മുകളിലായിരിക്കുമ്പോൾ ഏതായിരിക്കും? മുകളിൽ അനങ്ങാതിരിക്കണം, അപ്പൊ അതിന് സ്ഥിതികോർജ്ജമായിരിക്കും. അതേപോലെ താഴോട്ട് പതിക്കുമ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടാവും? സ്ഥിതികോർജ്ജവും ഉണ്ടാവും, ഗതികോർജ്ജവും ഉണ്ടാകും. ഒന്ന് കൂടും, ഒന്ന് കുറയുമെന്ന് മാത്രം.
പൂച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ അതിന്റെ സ്ഥിതികോർജം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഗതികോർജം എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ആ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഭാരത്തിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. ഭാരം എന്ന് പറയുമ്പോൾ കിലോഗ്രാമിലേക്ക് പോകരുത്. ഭാരത്തിന്റെ ന്യൂട്ടൺ ആണ്. മാസ് ആണ് കിലോഗ്രാം വരുന്നത്. നെക്സ്റ്റ് നോക്കാം. മർദ്ദമാണ്. പാസ്കൽ എന്ന് പറയുന്നത് മർദ്ദമാണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്, മർദ്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? കോൺവെക്സ് ലെൻസിന്റെ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? P = 1/f ആണ്. ഈ F എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സെന്റിമീറ്ററിലല്ല മീറ്ററിൽ വേണം പറയാനായിട്ട്. സോ ഇവിടെ എന്ത് വരും? 1/25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാക്കി മാറ്റാം? 0.25 ആക്കി എഴുതണം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതണം, 100/f ഇൻ സെന്റിമീറ്റർ. ഇതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇതിനെ എന്ത് ചെയ്യണം? 1/0.25 എന്ന് എഴുതണം, അല്ലെങ്കിൽ 100/25 സെന്റിമീറ്റർ. അതായത് എത്ര വരും? 4 ഡയോപ്റ്റർ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. 25 സെന്റിമീറ്റർ. ഇതിന്റെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സകല പ്രോബ്ലംസും ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. LGSന് ചിലപ്പോൾ ഈ ഒരു ലെവലിലേക്ക് ചോദിക്കുള്ളായിരിക്കും. LDCക്ക് ആകുമ്പോൾ ഇത്തിരി കൂടി ഹയർ ലെവലിൽ ചോദിക്കും. ആ വീഡിയോയിൽ ഫുൾ SCERT കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കണേ. നെക്സ്റ്റ് നോക്കാം. ദേ കിടക്കുന്നു അതിന്റെ ഫാക്ട്. എവിടെയാണ് ലെൻസിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻസിന്റെ ഫോക്കസ് ദൂരമായി ബന്ധപ്പെട്ട ഒരു പദമാണ് എന്തെന്ന് പറയുന്നത്? പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമത്തെയാണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. കണ്ടോ? മീറ്ററിലുള്ള ഫോക്കസ് ദൂരം. അല്ലെങ്കിൽ അപ്പൊ എന്ത് വേണം? P = 100/f ഇൻ എന്ത് വേണം? സെന്റിമീറ്റർ. ഇതാണ് ഇക്വേഷൻ കേട്ടോ, തിരിഞ്ഞു പോകരുത്. ഇപ്പൊ ഇനി 1/0.2 എന്നൊക്കെ എഴുതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. മുകളിൽ 100 ഇട്ടിട്ട് താഴെ സെന്റിമീറ്ററിൽ തന്നെ എഴുതിയാൽ മതി. ഇതിന്റെ യൂണിറ്റ് ആണ്, അതായത് ലെൻസിന്റെ ഫോക്കസ് ദൂരമാണ് പവറിന്റെ യൂണിറ്റ് ആണ് എന്ത്? ഡയോപ്റ്റർ. ഇതിനെ എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദേ കിടക്കുന്ന ക്വസ്റ്റ്യൻ. 25 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ കാണുക. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുതിര ശക്തി 1 ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട് ആകുന്നു? 1000, 100, 764, 746. എത്ര വോട്ടാണ്? അത് 746 വോട്ടാണ് എന്തെന്ന് പറയുന്നത്? ഒരു കുതിര ശക്തി എന്ന് പറയുന്നത്. കിടക്കുന്നു. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് എന്തെന്ന് പറയുന്ന പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവൃത്തി ബൈ സമയം, വർക്ക് ബൈ ടൈം. കണ്ട? പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. പിന്നെ എന്താണ് പറയുന്നത്? 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 ആണ്. കണ്ടോ? അതിൽ വ്യക്തമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ തന്നിരിക്കുന്നതാണ് കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ. പണ്ട് വണ്ടി വലിക്കാനും മറ്റു പല ആവശ്യങ്ങൾക്കും കുതിരകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കുതിരയുടെ പവറിനെയാണ് ഒരു കുതിരശക്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഏകദേശം 746 വാട്ട് എന്ന് കണക്കാക്കിയിരിക്കുന്നു. അപ്പൊ ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 746. 764 അല്ല, അതാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. 746 ആണ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്? ശരിയല്ലാത്തത്. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ്, ദൂരം എഴുതാം. ഇവിടെ നമുക്ക് സ്പീഡ് എഴുതാം. ഇവിടെ നമുക്ക് ടൈം എഴുതാം. അല്ലെങ്കിൽ അതിനെ എങ്ങനെ വരും? ഇവിടെ ദൂരം, അതേപോലെ ഇവിടെ വേഗത അഥവാ സ്പീഡ്, അടുത്ത് എന്ത് വരും? സമയം. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദൂരമാണെങ്കിൽ ഇത് തമ്മിൽ ഇൻഡു ചെയ്താൽ മതി. വേഗത ഇൻഡു സമയമാണ് ദൂരം. അപ്പൊ ഇത് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ്. ഇനി അടുത്തത് വേഗതയാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ വേഗത മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് ഇവിടെ മുകളിലല്ലേ കിടക്കുന്നത്. മുകളിലും താഴെ എന്ന് പറയുമ്പോൾ എന്താ? ഡിവിഷൻ അല്ലേ? അപ്പൊ ദൂരം ബൈ സമയം, വേഗത. ഇതും ശരിയാണ്. ഇനി അടുത്ത നോക്കിക്കേ, സമയം. ഈ സമയമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുകളിൽ കിടക്കുന്ന ദൂരത്തെ താഴെ കിടക്കുന്ന വേഗത കൊണ്ട് ഹരിക്കണം. അപ്പൊ എന്താണ്? ഇതും ശരിയാണ്. ഇനി വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ഇൻറ്റു സമയം. അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് വേഗത, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂള്, വാട്ട്, ന്യൂട്ടൺ, ആംബിയർ. ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അത് ഓപ്ഷൻ എ ജൂൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്? നാസ, RSA, CNSA,
ISRO. അറിയാം അല്ലെ, ഏതാണ്? ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. ചിലപ്പോൾ ഇത് തിരിച്ചു ചോദിക്കാം, ഈ വേറെ തന്നിരിക്കുന്നത് ഏതിന്റെയൊക്കെയാണെന്ന് ചോദിക്കാം. നോക്കിക്കേ, ഉണ്ട്, ചിലപ്പോൾ ചോദിക്കാം റഷ്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണ്? അത് RSC ആണ്. ഉണ്ടോ? ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. USA ആണെങ്കിൽ അത് നാസ, യൂറോപ്പ് ആണെങ്കിൽ ESA, അതേപോലെ ജപ്പാൻ ആണെങ്കിൽ JAXA, റഷ്യ ആണെങ്കിൽ RSA, ചൈനയാണെങ്കിൽ CNSA. അപ്പൊ തന്നിരിക്കുന്നവയിൽ ചൈനയുടെ ബഹിരാകാശ ഏജൻസി ഏത് എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് ഡൗട്ട് വരും. ISRO നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അതേപോലെ RSA എന്താണ്? റഷ്യയാണ്. നാസ എന്താണ്? അമേരിക്കയുടേതുമാണ്. അപ്പൊ നമുക്ക് നാസയും ISRO ഒക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒന്ന് പഠിച്ചു വെക്കുക, JAXA, ESA, RSA, CNSA ഒക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്രയാണെന്നാണ്? 38, 37, 39, 40. അത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ഏകദേശം പറയുന്നത്, എപ്പോഴും 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ P = 1/f, P = F, P = F/2, P = 2f. ഏതാണ്? ലെൻസ് ഫോക്കസ് ദൂരവും പവറും തമ്മിൽ P = 1/f ആണ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏത്? വേട്ടക്കാരൻ ഏതാണ്? അത് ഓറിയോൺ ആണ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്നത് ഓറിയോൺ. വേട്ടക്കാരനാണ് ഓറിയോൺ. കിടക്കുന്നു വേട്ടക്കാരൻ, ഓറിയോൺ. ഇത് നമ്മുടെ 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആണ്. തിങ്കളും താരകങ്ങളും അങ്ങനെ എന്തോ ഒരു പേരാണ് ആ ചാപ്റ്ററിന്റെ. വേട്ടക്കാരൻ പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണിത്. വേട്ടക്കാരന്റെ വാളും തലയും ചേർന്ന് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് ഏത്? തിരുവാതിര. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം വേട്ടക്കാരന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏതെന്ന് ചോദിക്കാം. അതേതാണ്? തിരുവാതിര. അപ്പൊ വേട്ടക്കാരൻ ഏതാണ്? ഓറിയോൺ. അതിന്റെ ഒപ്പം തന്നെ തന്നിരിക്കുന്ന കുറച്ചും കൂടി പഠിച്ചു വെക്കാം. നോക്കിക്കേ, 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് സപ്തർഷികൾ. അതിൽ നമുക്ക് അറിയേണ്ടത് കണ്ടോ, ബിഗ് ഡിപ്പർ എന്ന പേര് നൽകിയിരിക്കുന്നത്. സപ്തഋഷിയാണ് എന്ത് വിളിക്കുന്നത്? ബിഗ് ഡിപ്പർ. യൂറോപ്യർ ബിഗ് ഡിപ്പർ എന്ന് വിളിക്കുന്ന നക്ഷത്ര ഗണം ഏതെന്ന് ചോദിക്കാം. അതേതാണ്? സപ്തർഷികളെയാണ് എന്താ? ബിഗ് ഡിപ്പർ. അതിന്റെ മീനിങ് എന്താണ്? വലിയ തവി. വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്നാണ് സപ്തർഷികളെ പാശ്ചാത്യർ വിളിച്ചിരുന്ന പേര്. അതായത് ആകാശ വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങൾ ചേർത്ത് വരയ്ക്കുമ്പോൾ ലഭിക്കുന്ന ചിത്രമാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്തർഷികൾ അഥവാ ബിഗ് ഡിപ്പർ എന്ന് അവർ വിളിച്ചിരുന്നത്. നോക്കിക്കേ, അടുത്താണ് കശ്യപി. എന്താണ്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് ആരെ കാണാം? കാശ്യപിയെ കാണാൻ പറ്റും. ഓക്കെ. അടുത്തത് മലയാള മാസങ്ങളും താരഗണങ്ങളും. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കു മാറി കാണുന്ന ശോഭയുള്ള ഒരു ഗണം നക്ഷത്ര കൂട്ടങ്ങളാണ്. ഇവയെ ക്രമമായി യോജിപ്പിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന എന്ത് രൂപമാണ്? കണ്ട, ഒരു തേളിന്റെ രൂപമല്ലേ കാണുന്നത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്? വൃശ്ചികം. അപ്പൊ ആകാശത്ത് കാണുന്ന തേൾ രൂപത്തിൽ കാണുന്ന നക്ഷത്ര ഗണം ഏതെന്ന് ചോദിക്കാം. അതേതാണ്? വൃശ്ചികമാണ്. ഓക്കെ. ഇതുപോലെ 12 മാസങ്ങളുടെ പേരിലും എന്താണ്? നക്ഷത്ര ഗണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കേണ്ട എന്താണ്? ആകാശത്ത് തേളിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന നക്ഷത്ര ഗണം ചോദിച്ചാൽ അതറിയണം, വൃശ്ചികമാണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വിസരണം, വികിരണം, സംവഹനം, ചാലനം. അത് ആൻസർ ഓപ്ഷൻ സി, സംവഹനമാണ്. കണ്ടോ, ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. അതായത് ഇതിന് കൊടുക്കുന്ന ചൂട് എന്ത് ചെയ്യും? അതിനോട് ചേർന്നിരിക്കുന്ന അറ്റത്തിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. അതല്ലാണ്ട് ഇത് ഓടിപ്പോയി ഇവിടെ അല്ല കൊടുക്കുന്നത്. ഇതിന് തൊട്ടടുത്തിരിക്കുന്നതിന് കൈമാറ്റം ചെയ്താണ് പോകുന്നത്. അതായത് ആ ഒരു ആറ്റത്തിന് എന്ത് ചെയ്യുന്നില്ല? സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേനയാണ് ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത് അല്ലെ. നമ്മുടെ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ ഇവിടുത്തെ ചൂട് പിടിക്കുന്ന വായു എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് പോകും. അപ്പൊ അല്ലാണ്ട് ഇതിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്, നേരെ മുകളിലേക്ക് പോകട്ടെ, ഇവിടുത്തെ തണുത്ത വായു താഴത്തേക്ക് പോരും. അപ്പൊ വീണ്ടും അത് ചൂടാകും. അങ്ങനെ എങ്ങനെയാണ് വരുന്നത്? വികിരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്നത്. നമ്മുടെ സൂര്യനിൽ നിന്നെത്തുന്ന പ്രകാശവും സൂര്യന്റെ ചൂടൊക്കെ നമുക്ക് എന്താണ്? വികിരണം വഴിയാണ്. കണ്ടോ, എന്താണ് കടൽക്കാറ്റ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരേപോലെയാണ്. പക്ഷേ
കരയ്ക്കും കടലും താപം സ്വീകരിക്കാനുള്ള കഴിവ് എന്താണ്? വ്യത്യസ്തമാണ്. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര വേഗം ചൂടുപിടിക്കും. എന്നാൽ കടലിലെ ജലം സാവധാനത്തിൽ മാത്രമേ ചൂടുപിടിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ കരയിലെ ജലം എന്ത് ചെയ്യുന്നുണ്ട്? ചൂടുപിടിച്ച് അത് മുകളിലേക്ക് പോകുമ്പോഴേക്കും കടലിൽ നിന്നുള്ള ഈ ചൂട് കുറഞ്ഞ വായു എന്ത് ചെയ്യും? കരയിലേക്ക് വീശും. ഇതിനെയാണ് നമ്മൾ കടൽ കാറ്റ് എന്ന് പറയുന്നത്. എന്താണോ പേരെന്ന് നോക്കുക. കടൽ കാറ്റാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? കടലിൽ നിന്ന് കരയിലോട്ട്. കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരയിൽ നിന്ന് കടലിലോട്ടായിരിക്കും. അപ്പൊ എന്താണോ പേര് അവിടെ നിന്നാണ് ആ കാറ്റ് ആരംഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, കരക്കാറ്റാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണ്. രാത്രിയിൽ കര വേഗം തണുക്കുന്നുണ്ട്, കടൽ വളരെ സാവധാനമാണ് തണുക്കുന്നത്. അതുകൊണ്ട് കടലിന് മുകളിലുള്ള ചൂട് കൂടിയ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് പോകുമ്പോഴേക്കും ഈ കരയിലെ തണുത്ത കാറ്റ് ഇതിലേക്ക് വീശും. അപ്പൊ എന്താണ്? കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി, കത്രിക എന്ന് പറയുന്നത്. നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഉത്തോലകങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അതെപ്പോഴും 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം മൂന്നും പഠിക്കേണ്ട, എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 29ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമായത്. പ്രകാശ പ്രകീർണനം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമാകുന്നത്? അപവർത്തനമാണ്. അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ എന്താണ്? അതിന്റെ ആ ഒരു ദിശയ്ക്ക് ഒന്നെങ്കിൽ അത് കൂടും, അല്ലെങ്കിൽ അത് ഇങ്ങനെ, ഒന്നെങ്കിൽ അത് ലംബത്തിനോട് അടുക്കും, അല്ലെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നു പോകും. അതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അപവർത്തനമാണ് പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണമായിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്ന പേര്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ. ദോലനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ടും ഇതുള്ളത്. അപ്പൊ ദ്രുതഗതിയിലാവുമ്പോൾ അതെന്താകും? ഭ്രമണമാണോ? അല്ല. ഭ്രമണം നമുക്കറിയാം, സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ്. പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എന്താണ്? ചുറ്റുന്നത്. വർത്തുള ചലനം നമുക്കറിയാം, റൗണ്ടിലാണെന്നുള്ളത്. കമ്പനമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിസിക്സിന്റെ സെക്ഷൻ ഒരു ഇതായിട്ടുണ്ട്. അടുത്തൊരു പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.